ഹൃദയഭേദകമായ കാഴ്ചയാണ്. അവരുടെ അവസാന യാത്രയാണ്. ഇന്നലെ സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് സന്തോഷത്തോടെ കളിച്ച് ചിരിച്ച് മടങ്ങിയ കുരുന്നുകളാണ് ഇന്ന് ഇങ്ങനെ ചേതനയറ്റ് കിടക്കുന്നത്. അവരുടെ അവസാന യാത്രയിലും അവർ ഒരുമിച്ചാണ് അവരുടെ മടക്കം. ഒരുമിച്ച് സ്കൂളിൽ നിന്ന് തിരികെ പരീക്ഷയൊക്കെ നന്നായി എഴുതിയതിൻ്റെ സന്തോഷത്തിൽ വീട്ടിലേക്ക് മധുരമൊക്കെ നുണഞ്ഞ് പരസ്പരം അവരുടെ ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞ് വീട്ടിലേക്ക് പോവുകയായിരുന്ന 4 കുരുന്നുകളാണ് ഇപ്പോൾ അവരുടെ അന്ത്യയാത്ര. ശവമഞ്ചന അവിടെ നിന്ന് കൊണ്ടുപോവുകയാണ്. കരിമ്പനക്കൽ ഹാളിൽ നിന്ന് തുപ്പനാട് ജുമാ മസ്ജിദിലേക്കുള്ള ആ യാത്ര, അവരുടെ അവസാന യാത്ര തുടങ്ങുകയാണ്. 4 ശവമഞ്ചങ്ങളും ഇപ്പോൾ ഖബർസ്ഥാനിലേക്ക്, തുപ്പനാട് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ആയിഷയുടെ സഹോദരി കൂടി വിട നൽകിയതോടെ ഇപ്പോൾ പ്രാർത്ഥനകളോടെ ഈ 4 കുരുന്നു മക്കളെ, 13 വയസ്സ് മാത്രം പ്രായമുള്ള ഈ 4 കുരുന്നുകൾ, അവർ കുഞ്ഞു പ്രായത്തിൽ ഒരുമിച്ച് യാത്ര തുടങ്ങിയതാണ്. അവരുടെ അവസാനത്തെ യാത്ര, അന്ത്യയാത്ര ഖബർസ്ഥാനിലേക്ക്, 6 അടി മണ്ണിലേക്ക്. നെഞ്ചുലഞ്ഞ് ഒരു നാട് അവർക്ക് പ്രാർത്ഥനാപൂർവം വിട നൽകുകയാണ്. ഖബർസ്ഥാനിലേക്ക് ഈ 4 കുരുന്നുകളുടെയും ദേഹങ്ങൾ കൊണ്ടുപോയി കഴിഞ്ഞു. സഹിക്കാൻ കഴിയുന്നില്ല ഈ നാടിന്. ഇപ്പോഴും ചേർത്ത് പിടിച്ച് പൊട്ടിക്കരയുകയാണ് ആ സ്കൂളിലെ വിദ്യാർത്ഥികൾ, അവരുടെ രക്ഷിതാക്കൾ, അധ്യാപകർ, ആ നാടാകെ എന്ന് പറയാം. ആ നാടിനെ സംബന്ധിച്ച് അവരുടെ പ്രിയപ്പെട്ട, അവരുടെ പൊന്നോമനകളാണ് ഇനി ഇല്ലാതായത്. ആ ഇല്ലാതായി എന്നുള്ള അത്രയും വലിയൊരു വേദന ഉൾക്കൊള്ളാനായിട്ടില്ല ഇപ്പോഴും. ഒരു തരത്തിലും പ്രതീക്ഷിക്കാത്തൊരു അപകടം, അത്രമേൽ വേദന ഉണ്ടാക്കുന്നൊരു വിടവാങ്ങലാണിത്. കുടുംബങ്ങളെ സംബന്ധിച്ച് ഇനി മക്കളില്ല എന്നുള്ള ഒരു വേദന അതെങ്ങനെ ഉൾക്കൊള്ളും എന്നുള്ളതുണ്ട്. ഇവരൊക്കെ പരിചയക്കാരാണ്. ഈ 4 പേരുടെ സൗഹൃദം ഈ കുടുംബങ്ങളെയും ഒരുമിപ്പിച്ചിരുന്നു. വർഷങ്ങളായുള്ള അടുപ്പമുണ്ട്. തൊട്ടടുത്താണ് വീടുകളൊക്കെ ഉള്ളത്. 1 കിലോമീറ്റർ ദൂരം മാത്രമേ ആ സ്കൂളിലേക്കുള്ളൂ. അങ്ങനെ ഒരു പ്രദേശത്തെ, ആ ഒരു ചുള്ളൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമപ്രദേശത്തെ മുഴുവൻ വേദന ആഴ്ത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഈ 4 കുരുന്നുകളുടെയും അന്ത്യയാത്ര. അവർ വിടവാങ്ങുകയാണ്. വെറും 200 മീറ്ററിൽ താഴെ ദൂരമാണ് ഈ കരിമ്പനക്കൽ ഹാളിൽ നിന്ന് ഈ തുപ്പനാട് ജുമാ മസ്ജിദിലേക്കുള്ളത്. അല്പസമയത്തിനകം തന്നെ ഈ 4 പേരും അവസാനമായി അവരുടെ യാത്ര പൂർത്തിയാക്കി തുപ്പനാട് ജുമാ മസ്ജിദിലേക്ക് എത്തും. അവിടെയും വലിയ ആൾക്കൂട്ടമുണ്ട്, നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒരു നോക്ക് അവസാനമായി കാണാൻ വേണ്ടി ആ ജുമാ മസ്ജിദിലേക്കും ആളുകൾ എത്തുന്നുണ്ട്. ഒരു തരത്തിലും പ്രതീക്ഷിക്കാത്തൊരു വിടവാങ്ങലാണ്. ഇങ്ങനെയൊരു യാത്രയയപ്പ് ആ നാട്, ആ കുടുംബം, ആ സഹപാഠികൾ, സുഹൃത്തുക്കൾ, സ്കൂളൊന്നും ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല. കണ്ണീർ പൂക്കളോടെ വിട നൽകുകയാണ് നാട്. ഖബർസ്ഥാൻ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. 6 അടി മണ്ണിൽ ഇനി ഈ 4 കുരുന്നുകൾക്കും അന്ത്യവിശ്രമം. ഒരു പിടി മണ്ണ ഖബറിലേക്കിട്ട് അവസാനമായി ഒരു പ്രാർത്ഥന, അതിനുശേഷം മടക്കം. ഇന്നലെ വരെ കളിച്ചു ചിരിച്ചൊരു നാടിൻ്റെ സ്പന്ദനമായിരുന്ന 4 കുരുന്നുകളാണ് ചേതനയേറ്റ മണ്ണിലേക്ക് മടങ്ങുന്നത്. ആ നാടിനത് സഹിക്കാനുള്ള കരുത്തുണ്ടാകട്ടെ എന്ന് മാത്രമേ നമുക്ക് ആഗ്രഹിക്കാൻ കഴിയൂ. കണ്ണീരോടെ ഈ 4 കുരുന്നുകൾക്കും വിട നൽകുകയാണ് മണ്ണാർക്കാട് ആകെ എന്ന് പറയാം. കരിമ്പ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന വിദ്യാർത്ഥികൾ ഇന്നലെ പരീക്ഷ കഴിഞ്ഞ് വീട്ടിലേക്ക് മിഠായി വാങ്ങി മടങ്ങി വരുമ്പോഴാണ് അതിദാരുണമായി അപകടം ഉണ്ടായത്. സിമൻറ്റ് ലോറി മുകളിലേക്ക് മറിഞ്ഞ അതിദാരുണമായി ഈ 4 കുരുന്നുകൾ, റിദ, ഷഹാന ഷെറിൻ, നിദ ഫാത്തിമ, ആയിഷ, 13 വയസ്സുള്ള ഈ 4 കൂട്ടുകാരികൾ ഒരുമിച്ച് മടങ്ങുകയാണ്. കേരളവും കണ്ണീരോടെ നെഞ്ചോട് ചേർത്ത് ഈ കുരുന്നുകൾക്ക് വിട നൽകുകയാണ്. അടുത്തടുത്തായി 4 ഖബറുകളിലായി ഈ 4 കുരുന്നുകളുടെയും അന്ത്യവിശ്രമം. ആവർത്തിച്ചിട്ടുണ്ടാവുന്ന അപകടങ്ങൾ, അതിൽ തന്നെ കുരുന്നുകൾ, വിദ്യാർത്ഥികൾ ഇവർ വിടവാങ്ങുന്നത്, ഇത് നമ്മുടെ നാട്ടിലാകെ ഉണ്ടാക്കിയിട്ടുള്ള ഭയത്തിൻ്റെ, സങ്കടത്തിൻ്റെ അന്തരീക്ഷമുണ്ട്. 6 മെഡിക്കൽ വിദ്യാർത്ഥികൾ ആലപ്പുഴയിൽ മരിച്ചിട്ട് 2 ആഴ്ചയാവുന്നില്ല. അതിനു മുൻപാണ് 13 വയസ്സ് മാത്രം പ്രായമുള്ള 4 8ാം ക്ലാസ് വിദ്യാർത്ഥിനികൾ വിടരും മുൻപേ കൊഴിഞ്ഞത്. മക്കളെ സ്കൂളിൽ അയക്കുന്ന രക്ഷിതാക്കളുടെയൊക്കെ നെഞ്ചിൽ ആധിയാണ്, തീയാണ്.